ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊല്ലം. കൊല്ലത്തെ ഒരു ദയനീയമായ ഒരു പരാജയം ഇടതുമുന്നണിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ സ്വാഭാവികമായും അതിലൊരു പരിശോധന CPM നേതൃത്വം നടത്തും. കാരണം CPM നേതൃത്വമാണ് ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി ജയമോൻ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമ്മൾ കൊല്ലം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ വലിയ കരുത്തുള്ള സ്ഥലമാണ്. UDF തരംഗം പലപ്പോഴും ഉണ്ടായപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രാഥമികമായി പാർട്ടിക്ക് മനസ്സിലാകുന്നത്? ദയനീയമായ പരാജയം എന്നത് അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി പ്രകടിപ്പിക്കുന്നതാണ് എന്നതാണ് അത് കേട്ടപ്പോൾ തന്നെ തോന്നിയത്. പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് പ്രധാനമായും കൊല്ലം കോർപ്പറേഷൻ വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പരാജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെങ്ങനെ സംഭവിച്ചു, എന്താണ് അതിന്റെ കാരണങ്ങൾ, അത് എന്തൊക്കെ ഘടകങ്ങൾ നമ്മളെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് തിരുത്തപ്പെടേണ്ട ഏതൊരു വിഷയവും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത് കേട്ട് പരിഹാരം കണ്ട് കൂടുതൽ വിശ്വാസത്തോടുകൂടി ജനങ്ങളെ വിശ്വാസത്തോടുകൂടി കയ്യിലെടുത്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അതിവേഗം പരിഹരിച്ചുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ആ ഒരു ഏതെങ്കിലും തരത്തിലൊരു നഷ്ടം സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി പാർട്ടി മുന്നേറുക തന്നെ ചെയ്യും. ജനങ്ങളെ കേൾക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുമായിട്ട് എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ എപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജാതി മത സംഘടനകൾ മാധ്യമങ്ങൾ ഇവരൊക്കെ തന്നെ ചെലുത്തുന്ന സ്വാധീനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് CPM എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ ഈ കോർപ്പറേഷനിലൊക്കെ ഉണ്ടായ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തിമത്തായ നിലയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തി അവരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ തെറ്റായിട്ടുള്ള ആശയങ്ങളെയും അത് ദൂരീകരിച്ച് സംശയം ദൂരീകരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് അതിലൊരു തിരുത്തൽ പാർട്ടി നേതൃത്വം നടത്തും എന്നുള്ളതാണ്. എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ജലത്തിലെ മത്സ്യം പോലെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടി വെളിച്ചത്തിൽ കുറച്ചുകൂടി ജനങ്ങളുമായി ഇടപഴകി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഭരണം നഷ്ടമാകുമ്പോഴും ഒരു കേവലമായ ഒരു ഭൂരിപക്ഷം UDFന് ഘട്ടത്തിൽ ലഭിക്കുന്നില്ല. അത് ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷൻ ഭരണത്തിലടക്കം വലിയ അസ്ഥിരത്വം ഉണ്ടാവും. അത് UDF ചെയ്യുന്നത് പോലെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. UDF കേരളത്തിൽ ഏത് നല്ല കാര്യങ്ങൾ LDF ചെയ്താലും അത് സർക്കാരാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ചെയ്താലും അതെല്ലാം വിവാദങ്ങൾ സൃഷ്ടിച്ച് ആക്ഷേപങ്ങളും ആരോപണങ്ങളുടെയും പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് UDF എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP ആകട്ടെ ഈ UDF ചെയ്യുന്ന പ്രവർത്തനങ്ങൾ UDFനോടൊപ്പം ചേർന്നും അല്ലാതെയും നടത്തുന്നതോടൊപ്പം തന്നെ കേന്ദ്ര ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടിനെയും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയാണ് CPM മുന്നോട്ട് പോകുന്നത്. എന്തായാലും വോട്ടർമാരായിട്ടുള്ള ആളുകളിൽ ഇതിന്റെ ഒന്നും സ്വാധീനം ആ നിലയിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ കഴിയൂല. അതാണല്ലോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിന്റെ പകുതി ഭാഗം ഉൾപ്പെട്ടതാണ്. അവിടങ്ങളുടെ റിസൾട്ട് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പഞ്ചായത്തുകളിലും വോട്ട് ഷെയറിലും അടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. പക്ഷേ അത് സീറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അത് ഞാൻ ചോദിക്കുന്നത്, അത് ഏത് ഘട്ടത്തിൽ ജനം അവിടെ നിന്ന് പൂർണ്ണമായും മാറുന്നു, അല്ലെങ്കിൽ ജനത്തിന് എവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ആശയക്കുഴപ്പം ഉണ്ടായതെന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത്? ഇത് ജനങ്ങള് വലിയ നിലയിൽ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ട് എന്നതാണല്ലോ ജില്ലാ പഞ്ചായത്ത് 3,45,000 വോട്ടിന്റെ വർധനവ് UDFനേക്കാൾ LDFന് നേടാൻ കഴിഞ്ഞതെന്നത് കാണുക. സീറ്റിന്റെ കാര്യത്തിൽ ചില സീറ്റുകൾ LDFനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി BJPയും കോൺഗ്രസും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ തമ്മിൽ ധാരണകൾ ഉണ്ടാക്കി അവർ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പരവൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞതിന് നഷ്ടപ്പെട്ടത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചു വന്നു. അതിന് നേതൃത്വം നൽകിയതാകട്ടെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ K. സേതുമാധവനാണ്. അവിടെ BJP ആണ് ജയിച്ചത്. ആ BJP അവിടെ ജയിച്ചപ്പോൾ കോൺഗ്രസിന് വോട്ടില്ല. തൊട്ടടുത്തൊരു വാർഡിൽ ചെന്ന് പരിശോധിക്കപ്പെടുമ്പോൾ UDFന് നല്ല നിലയിൽ വോട്ട്, അവിടെ BJPക്ക് വോട്ട് കാണുന്നില്ല, UDFനാണ് വോട്ട്. ഈ നിലയിൽ ചില ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ട അടുത്തടുത്തുള്ള വാർഡുകളിൽ തന്നെ ഈ അവിശുദ്ധ ബന്ധങ്ങൾ സ്ഥാപിച്ച് താൽക്കാലികമായി ചില നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാവി കേരളത്തിന്
അപകടം വരുത്തുന്ന ഒന്ന് തന്നെയാണ് എന്നത് ജനം തിരിച്ചറിയും. ജമാഅത്തെ ഇസ്ലാമികളുള്ള കൂട്ടുകെട്ടിനപ്പുറം BJP-യുമായുള്ള രഹസ്യബാന്ധവും എല്ലാ ഘട്ടത്തിലും UDF വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ളതാണോ പാർട്ടി മനസ്സിലാക്കുന്നത്? ഇപ്പം എന്തെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് UDF-ന്റെ നേതാക്കന്മാർ പ്രതികരണങ്ങൾ നടത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു വിമർശനവും BJP-ക്കെതിരായിട്ട് അവർ നടത്തുന്നില്ലല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഇത്ര സീറ്റുകൾ നേടി അപകടകരമായ ഒരു പോക്കാണിത്. ഒരക്ഷരം പ്രതിപക്ഷ നേതാവോ UDF-ന്റെ ആളുകളോ മിണ്ടുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ജമാഅത്ത് ഇസ്ലാമിയും SDPI-യും കൂട്ടി എവർ UDF മുന്നോട്ട് പോകുന്നത് ഒരു അപകടമാണോ എന്ന് BJP പറയുന്നില്ലല്ലോ. ഈ BJP ഒരു സ്ഥാനാർത്ഥിയെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ യൂസഫ് ദരിഗാമി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ 5ാം തവണ മത്സരിച്ചപ്പോൾ അവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാണ് സ്ഥാനാർത്ഥി. ആ ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥിയെ നിർത്തി CPM-നെ തോൽപ്പിക്കാൻ പരിശ്രമിച്ച സ്ഥലത്ത് BJP-ക്ക് സ്വാധീനം ഉണ്ടായിട്ടും BJP അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയില്ല. BJP ആർക്ക് വോട്ട് ചെയ്യും എന്ന് അന്ന് ചോദിച്ചപ്പോൾ BJP ഉത്തരം പറഞ്ഞില്ല. പക്ഷേ വോട്ടെല്ലാം ഈ ന്യൂനപക്ഷ ഭീകരവാദികൾക്ക് അനുകൂലമായി രേഖപ്പെടുത്തി CPM-നെ തോൽപ്പിക്കാൻ നോക്കി. പക്ഷെ ജനം തിരിച്ചറിഞ്ഞു. 5ാം തവണയും യൂസഫ് ദരിഗാമി അവിടെ ജയിച്ചു. അത് രാജ്യത്തും കേരളത്തിലും പ്രാദേശികമായിട്ടും ഇവർ ചെയ്യുന്ന ഒരു എന്നുവെച്ചാൽ ഈ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടണമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെടണം, ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഇടം വേണമെങ്കിലും CPM ദുർബലപ്പെടണം. രണ്ടു കൂട്ടരും CPM-നെ തകർത്തുകൊണ്ട് അവരുടെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയവാദം അടിച്ചേൽപ്പിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് രണ്ട് ശക്തികളും ഇടത്തും വലത്തും നിന്ന് ഞങ്ങളെ നേരിടാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അതൊക്കെ പറയുമ്പോഴും ഈ പാർട്ടിക്കുള്ളിൽ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? കാരണം കരുനാഗപ്പള്ളിയിലെ തോൽവി സ്വാഭാവികമായും പാർട്ടി പഠിക്കേണ്ടതല്ലേ? കാരണം അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പാർട്ടി പലതവണ അത് പരിഹരിക്കാൻ ശ്രമിച്ചു, ഒടുവിൽ അത് പരിഹരിച്ചു. പക്ഷെ അത് താഴെത്തട്ടിലേക്ക് ജനങ്ങളിലേക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? കരുനാഗപ്പള്ളി ഏരിയയിൽ കഴിഞ്ഞ തവണയും 2 പഞ്ചായത്തുണ്ടായിരുന്നു, കുലശേഖരപുരം, ക്ലാപ്പന. ഇത്തവണ ആലപ്പാടും തൊടിയൂരും. ആ 2 പഞ്ചായത്ത് നിലവിലുള്ളത് നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടുപോയ 2 പഞ്ചായത്ത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതാണ് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നമുക്ക് വിജയം തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പഞ്ചായത്ത് കഴിഞ്ഞതിനുണ്ട്, 2 പഞ്ചായത്ത് ഇപ്പോഴും ഉണ്ട്. പഞ്ചായത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അവിടെ പഞ്ചായത്ത് ഭരണത്തിലിരുന്ന സ്ഥലങ്ങളിലെ ഏതെങ്കിലും പ്രാദേശികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പരിശോധിക്കും. പൊതുവിലുള്ളതാണെങ്കിൽ പ്രസ്ഥാനം സ്വാഭാവികമായും പരാജയപ്പെടുമ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പഠിക്കാറുണ്ട്. അത്തരം പഠനങ്ങൾ ജില്ലയിൽ ഉണ്ടാകുമോ? പരാജയപ്പെട്ടിടത്തും പഠിക്കും, വിജയിച്ചിടത്തും പഠിക്കും. വിജയിച്ചതെങ്ങനെ എന്നുള്ളതും പഠിക്കണ്ടേ? കൂടുതൽ വിജയം കരസ്ഥമാക്കാൻ ആ വിജയത്തിന്റെ മാർഗം നമ്മൾ ഉയർത്തിപ്പിടിക്കണമല്ലോ. തുടങ്ങി വെച്ച വികസന പദ്ധതികൾ UDF തുടർന്നുകൊണ്ട് പോകും, അക്കാര്യത്തിൽ ആശങ്ക നിലവിലുണ്ടോ? അല്ല, UDF ഇടതുപക്ഷം തുടങ്ങി വച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ, BJP-യും ചേർന്ന് പരിശ്രമിച്ചാലും തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികളാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും ഗ്രാമപഞ്ചായത്തുകളും എല്ലാം. ആ ഭരണപരമായിട്ടുള്ള അവകാശവും അധികാരവും സംസ്ഥാന സർക്കാർ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ നൽകുന്ന ഫണ്ട് ശരിയായ രൂപത്തിലാണോ വിനിയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ സംസ്ഥാന സർക്കാരിനുണ്ട്. അത് നിർവഹിക്കേണ്ടത് നിർവഹണ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ ആ നിലയിലെല്ലാം നല്ല നിലയിൽ ആർജവത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ കിഴക്കൻ മേഖലയിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ അതേസമയം പുനലൂരിൽ BJP ഒരു അക്കൗണ്ട് തുറന്നു, കടക്കലിലും ഒരു വാർഡിൽ ജയിക്കും. ഇതിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോൺഗ്രസിന്റെ അദൃശ്യമായ കൈ ഉണ്ടെന്നാണോ CPM വിശ്വസിക്കുന്നത്? അല്ല, BJP-ക്ക് പുനലൂർ നഗരസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് അതിന് വഴി മുഴുവൻ വെട്ടിത്തെളിച്ച് ഇട്ടുകൊടുത്തത് UDF-ആണ്, വ്യക്തമാണ്. കാരണം അവിടെ ഐക്യരക്കോട് വാർഡിൽ പ്രേമേന്ദ്രൻ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലമാണ്. കഴിഞ്ഞ തവണ അവിടെ മുനിസിപ്പൽ ഇലക്ഷനിൽ അവിടെ UDF-ന് 240-300ഓളം വോട്ട് അവർക്ക് കിട്ടി. ഇത്തവണ UDF-ന് അവിടെ കിട്ടിയിരിക്കുന്ന 18 വോട്ടാണ്. അവിടെ കൺവെൻഷനിൽ 65 പേര് കൂടി. ഏതാണ് പറയുന്നത്? അതിന്റെ വാർത്താ പത്രങ്ങളിൽ വന്നു, ചാനലുകളിൽ വന്നു. 65 പേര് പങ്കെടുത്ത കൺവെൻഷൻ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എടുത്തു. അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സബ് കമ്മിറ്റി കൺവീനർമാരും ഭാരവാഹികളും എല്ലാം കൂടി 80 പേരുണ്ട്. അവർക്ക് കിട്ടിയ വോട്ട് 18ആണ്. ഇതെങ്ങനെയാണ്? അവിടെ കൺവെൻഷൻ നടത്തിയത് തന്നെ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കൺവെൻഷൻ ആണോ നടത്തിയത്? ഇതൊക്കെ അവർ വ്യക്തമാക്കപ്പെടേണ്ട കാര്യമാണോ? അതാണ് അവിടെ അക്കൗണ്ട് തുറന്നിട്ട് കൊടുത്തത്. കടക്കര BJP ഒരു വാർഡ് ജയിച്ചു, പക്ഷെ UDF-ന് അവിടെ വോട്ടില്ല. അവിടെ വോട്ട് എല്ലാം എങ്ങനെ പോയി? അവിടെ BJP ജയിച്ചെടുത്ത് UDF-ന് വോട്ടില്ല.
അതിനടുത്ത ഒരു സ്ഥലത്ത് UDF-ന് വോട്ടില്ല, BJP-ക്ക് വോട്ടുണ്ട്. അവിടെ BJP-യുടെ വോട്ട് കാണുന്നില്ല. ഇതൊക്കെ കണക്ക് വെച്ച് നമുക്ക് പരിശോധിക്കണ്ടേ? അവിടെല്ലാം വലിയ പ്രകടനം നടന്നു, അവിടെയൊക്കെ നല്ല യോഗങ്ങൾ BJP-യുടെയും UDF-ന്റെയും നടന്നു. പക്ഷെ വോട്ട് വെട്ടി മാത്രം വോട്ടില്ല. പുറത്തെല്ലാം നല്ല പ്രചരണമുണ്ട്, ബോർഡുണ്ട്, പോസ്റ്ററുണ്ട്. എല്ലാം വിലയിരുത്തുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ? ഇതെല്ലാം വിലയിരുത്തിയ ജനങ്ങളോട് അപ്പോഴപ്പം പറയുമ്പോൾ അടിസ്ഥാനരഹിതമായ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ഞങ്ങൾ പറയൂല. ഇത് കണ്ട് UDF ആശിച്ചിട്ട് വകയുണ്ടോ നിയമസഭയിലേക്ക്? നിയമസഭയിലേക്ക് ഒരു ആശയ്ക്കും വകയില്ല. കാരണം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയല്ലോ, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴും പറയുന്നു. കൊല്ലം ജില്ലയിലെ വോട്ട് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ മുൻകാലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന് ജയിച്ചതിനേക്കാൾ വലിയ വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ ആളല്ലല്ലേ ഇനി വോട്ട് ചെയ്യേണ്ടത്. അപ്പം എല്ലാ അസംബ്ലി ഈ വോട്ടുകൾ ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതാണ്. സ്വാഭാവികമായും അതിൽ ഇടത് വോട്ടുകളിലെങ്കിലും തന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ? രാഷ്ട്രീയ വോട്ടുകളിലൊന്നും വന്നിട്ടില്ല. പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പ്രാദേശികമായിട്ടും ചില പ്രശ്നങ്ങൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. അത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായും നോക്കേണ്ടത്. ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ അത്രയും പ്രാദേശിക പ്രശ്നങ്ങൾ വരില്ല. അപ്പം ജില്ലാ പഞ്ചായത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള വോട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് ജനങ്ങൾ ദൈനംദിനമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും നിറവേറ്റപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നതും പരിശോധനാ വിഷയമാക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. കൊല്ലത്തെ ജയവും പരാജയവും CPM നേതൃത്വം പഠിക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളിലും പഠനമുണ്ടാകും. അതുപോലെ തന്നെ കൊല്ലത്ത് BJP-യുടെയും കോൺഗ്രസിന്റെയും വിജയത്തിലും CPM നേതൃത്വം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കോൺഗ്രസിന്റെയിലും BJP-ക്കിടയിലും ഉണ്ടായിരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ തന്നെ BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്ന ആരോപണം കൂടി CPM-ന്റെ ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.